അശ്ലീല ചിത്രത്തിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിലെടുത്ത എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് നടി ശ്വേതാ മേനോൻ. അമ്മ സംഘടനയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഉയർന്ന പരാതിയും കേസും ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നാണ് ഹർജിയിൽ ശ്വേതാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നത്. ആൻമരിയ സണ്ണി വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആൻമരിയ, ഇപ്പോഴുള്ള ഈ കേസ് അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന വിമർശനം ശ്വേത ഉയർത്തുന്നുണ്ട്. നിയമപരമായി തന്നെ മുന്നോട്ട് നീങ്ങാനാണ് തീരുമാനം. അതിന്റെ ഭാഗമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. എഫ്ഐആർ റദ്ദാക്കണം, അടിയന്തരമായി റദ്ദാക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. എന്താണ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് ആൻമരിയ? ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേസ് വന്ന സമയത്ത് തന്നെ നടി ശ്വേതാ മേനോൻ പറയുന്നുണ്ടായിരുന്നു, നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നത് ശ്വേതാ മേനോൻ കൃത്യമായിട്ട് അത് പറയുന്നുണ്ടായിരുന്നു. ശ്വേതാ മേനോൻ മാത്രമല്ല, ഈ സംഘടനയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ അത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ കേസ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടും, അത് മാത്രമല്ല ഈ സ്ത്രീകൾ ഈ മുൻപന്തിയിലേക്ക് വരുന്നത് അത് ആണ് ഈ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള കേസ് വരുന്നത് എന്ന് ഈ സംഘടനയിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് നീക്കമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യം ശ്വേതാ മേനോൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ശ്വേതാ മേനോൻ ഹർജി നൽകിയിട്ടുണ്ട്. എഫ്ഐആർ റദ്ദാക്കണമെന്നും ഇതിന്റെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ഉണ്ണി കാപ്പനാണ് ഈ ശ്വേതാ മേനോന്റെ വക്കീല്. ഈ കേസ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ 1:45 തന്നെ കേസ് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്.